എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവോ, കത്തോലിക്ക തിരുസഭയിൽ സെയിന്റ് വിൻസെന്റ് ഫെറർ കഴിഞ്ഞാൽ ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്റെ പേര് സെയിന്റ് പാട്രിക് എന്നുള്ള വിശുദ്ധനാണ്. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. കിട്ടാവുന്ന സൗകര്യം അദ്ദേഹം ഉപേക്ഷിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് അദ്ദേഹം അനുഗ്രഹീതനായി. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഈ തണുപ്പൊക്കെ സഹിച്ച് അല്ലെങ്കിൽ ചൂടൊക്കെ സഹിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ സഹോദരങ്ങൾ, ഇത് ഒരു എളുപ്പമല്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഡോക്ടർ ജോൺ ഞാനും കൂടി കാനഡയിലുള്ള ഫോർട്ട് മാക്മുറി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ നോർത്തേൺ പോളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോകമില്ല, പിന്നെ മനുഷ്യരൊന്നും അവിടെ ജീവിക്കുന്നില്ല, വേറെ കുറേ തരം ജീവികളെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു നോർത്തേൺ പോളിലേക്ക് 500 മൈലുകളോളം ഡ്രൈവ് ചെയ്തുള്ളൊരു യാത്രയിൽ പോവുകയാണ്. പോകുന്ന നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -40 അല്ലെങ്കിൽ -50 ആണ്, 50 മൈനസാണ് ക്ലൈമറ്റ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന നേരത്ത് വീണ്ടും ഒരു നിർദ്ദേശമുണ്ട്, ഏതാണ്ട് 150 മൈലുകളോളം പെട്രോൾ സ്റ്റേഷൻസോ കടകളോ ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ വഴി കിടക്കാവുന്നേ ഉള്ളൂ. അത് വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഈ തണുപ്പും കൂടി ആയതുകൊണ്ട് നമ്മുടെ ബോഡിയൊക്കെ ഭംഗിയായിട്ട് കിട്ടും, നല്ല ഐസിലൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരുന്നോളും. പക്ഷേ നമ്മൾ മയ്യത്തായി പോവും. സഹോദരങ്ങളെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്. യാത്ര പോയി ഏതാണ്ട് 75 മൈൽ കഴിഞ്ഞപ്പോൾ മുമ്പിൽ പോയ ഒരു വലിയ ഗ്യാസിൻ്റെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞ് സാധാരണയായി ഹെലികോപ്റ്റർ വന്ന് അത് റിമൂവ് ചെയ്യണം, എടുത്ത് മാറ്റണം, എങ്കിലേ അതിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ചില ഇടവഴികളുണ്ട്, പക്ഷേ ഇടവഴികളിലൊക്കെ വന്യമൃഗങ്ങളാണ്. അപ്പോൾ വന്യമൃഗത്തിൻ്റെ കടി കൊണ്ട് ചാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വഴിയിൽ കിടക്കുകയാണ്. ഞങ്ങൾ മണിക്കൂർ കാവലിരുന്നു. ഇപ്പോൾ റേഡിയോ ആയിട്ടുള്ള കണക്ഷൻ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നുകൊണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പം അത്രയും സമയം ഈശോയെ മഹത്വപ്പെടുത്തിയും ആരാധിച്ചും കർത്താവെ നിനക്ക് വേണ്ടി മരിക്കാനും ജീവിക്കാനും തയ്യാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൈപിടിച്ചുള്ള സ്തുതിപ്പും പ്രാർത്ഥനയും ഒക്കെ പെട്ടെന്ന് ഈ സംഭവം അങ്ങ് വന്നപ്പോൾ നിന്നുപോയി. നമുക്കറിയാലോ സഹോദരങ്ങളെ, വളരെ സുഖകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ പറയും ഈശോയെ നിനക്ക് വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാണ്. ഈശോ നമ്മൾ പറയുകയാണ്, എടാവേ നീ നിൽക്ക്, നീ മരിക്കുന്നതിന് മുമ്പ് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറയുക. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. നീ മരിക്കുന്നതിനെ കുറിച്ച് ആദ്യം പറയില്ല, ജീവിക്കാൻ പറ്റുമോ എന്ന് ആദ്യം പറയുക. സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നപ്പോൾ നമ്മളുടെ എല്ലാ ഗ്യാസും പോയി. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്ത് ചെയ്യും? പുള്ളിയാണെങ്കിൽ അനങ്ങണില്ല. അത്രയും നേരം ഭയങ്കര പാട്ടായിരുന്നു, പാട്ടുമില്ല, ഒരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ തണുപ്പ് വരുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുകയില്ല, മൂത്രം ഒഴിക്കാൻ പോലും നമുക്ക് പുറത്തിറക്കി ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആവശ്യമില്ല, കാരണം ഐസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. സഹോദരങ്ങളെ, ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ശിഷ്യഗണം ഇതാ പൗലോസും ശീലാസും തടവറയിൽ കിടക്കുന്ന ഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. സഹോദരങ്ങളെ, തടവറയിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ മീശ പിരിച്ച് കാവൽക്കാരൻ നിൽക്കുന്നു. ബാക്കി 3 ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നോക്കത്താ ദൂരത്തുള്ള വലിയ മതിലുകൾ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ യാതൊന്നും ചെയ്യാനില്ല. യാതൊന്നും നമുക്ക് ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു കരമുയർത്തുന്നു പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ തുറക്കുന്ന ഏക വഴി എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മൾ പരസ്പരം ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, സഹോദരൻ എന്തിനു വേണ്ടിയാണ് നീ മഹത്വപ്പെടുത്തുന്നത്? നമുക്കൊരു കാര്യമില്ല. ചാവുന്നതിന് വേണ്ടി മഹത്വപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എങ്കിലും ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ അന്ന് തടവറ ഭേദിക്കപ്പെട്ടതുപോലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. ഞങ്ങൾ 2 പേരും
ഫ്രണ്ടിലിരുന്ന ഒരാളും കൂടി ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ ആ സ്തുതികളും ആരാധനകളും അർപ്പിക്കുന്ന നേരത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. നന്നായി മഞ്ഞ് പെയ്യുന്നുണ്ട്. രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. പോലീസിൻ്റെ യാതൊരു അലാമും കേൾക്കുന്നില്ല. റേഡിയോ നോക്കുമ്പോൾ മെസ്സേജുകളൊന്നും വരുന്നില്ല. സഹോദരങ്ങളെ, 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നല്ല തണുപ്പ് ഞങ്ങൾ ഇരുന്ന കാറിലേക്കും കയറാൻ തുടങ്ങി. കാരണം കാറിൻ്റെ AC-യും ഹീറ്റിംഗ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് പോലും ചെയ്യുന്നില്ല. നല്ല തണുപ്പ് കയറാൻ തുടങ്ങി. ഞങ്ങൾ ഓർത്തു, കർത്താവെ എന്ത് ചെയ്യും? കാരണം നമ്മുടെ കയ്യിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മിനിമം സാധനങ്ങളേ ഉള്ളൂ. സഹോദരങ്ങളെ, എന്തായിരുന്നാലും 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാഹനം മാറ്റി ഞങ്ങൾ മുന്നോട്ട് പോയി. അന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത്, ഫോർട്ട് മാക്മുറി എന്ന് പറയുന്ന സ്ഥലത്ത് 80 മലയാളി കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ പെന്തക്കോസ്തക്കാരുണ്ട്, യാക്കോബറ്റ്സ് ഉണ്ട്, മറ്റ് സീറോ മലബാർ, മലങ്കര, ലാറ്റിൻ സമൂഹത്തിൽപ്പെട്ട സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. ശുശ്രൂഷ നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്, അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ. പെന്തക്കോസ്തക്കാർ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരും, യാക്കോബ സഭയിൽപ്പെട്ടവർ വരും. എല്ലാ സഭാംഗങ്ങളും ഒരുമിച്ചാണ് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്. കാത്തലിക് ഫോമിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ കൂടിയും. സഹോദരങ്ങൾ, അന്ന് രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ കാനഡയുടെ നിർമ്മിതിക്ക് വേണ്ടി ആദ്യ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്തവർ എങ്ങനെയായിരിക്കും ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാവോ സഹോദരങ്ങളെ, അങ്ങനെ ഒരു രാജ്യം, അവിടെ വിശ്വാസം കൊടുക്കാനായി യൂറോപ്പിൽ നിന്ന് 8 മിഷണറിമാർ നടന്നാണ് പോയത്. അവർ നാളുകൾ നീണ്ട് നടന്നവിടെ ചെന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ കോച്ചുന്ന തണുപ്പാണ്. 8 മിഷണറിമാരും ആദ്യ കാലങ്ങളിൽ കാനഡയിൽ സുവിശേഷം വിതറിയ 8 മിഷണറിമാരും മഞ്ഞിൽ കിടന്നാണ് മരിക്കുന്നത്. നാളുകൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ബോഡി കിട്ടുന്നത്. കാരണം മഞ്ഞിൽ കിടന്നതുകൊണ്ട് ബോഡി മോശപ്പെട്ടതായിട്ടൊന്നും പോയില്ലായിരുന്നു. സഹോദരങ്ങളെ, മഞ്ഞിൽ കിടന്നാണ് അവർ മരിക്കുന്നത്. കാനഡയുടെ മണ്ണിലെ ആദ്യ മിഷണറിമാരും ആദ്യ രക്തസാക്ഷികളും ആദ്യ വിശുദ്ധരുമായി അവർ അറിയപ്പെടുകയാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കണം, വിശ്വാസം നിലകൊള്ളുന്നത് സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിക്കൊണ്ട് ഏതാനും പേർ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്. കരമുയർത്തുന്നു പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ. ഏതാനും പേർ നഷ്ടങ്ങൾ സഹിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച കടന്നുപോയ പരശതം മിഷണറിമാരോട് ഈ ദിവസം നമുക്ക് കരങ്ങൾ കോർക്കണം. നമുക്ക് മുമ്പേ കടന്നുപോയ 10,000-കണക്കിന് അനുഗ്രഹീതനായ ദൈവ ശുശ്രൂഷകരോട്, കത്തോലിക്കരും അകത്തോലിക്കരുമായ 10,000-കണക്കിന് ദൈവ ശുശ്രൂഷകരോട് ഈ ദിവസം നമ്മൾ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ചേർന്നെന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. റൊമാനിയ എന്ന് പറയുന്ന ഒരു നഗരം, ഒരു രാജ്യം, കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായതുകൊണ്ട് സുവിശേഷം കൊടുക്കാൻ അവസരമില്ല, ആർക്കും സുവിശേഷം കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അണ്ടർഗ്രൗണ്ട് ചർച്ച് ഇന്ന് ചൈനയിൽ ഉള്ളതുപോലെ തന്നെ വളരെ ആക്റ്റീവാണ്. അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിനെ അറിഞ്ഞവർ യേശുവിനെ കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, കള്ളനെ കണ്ട പട്ടി കുരയ്ക്കുന്നതും ആ പട്ടി കുരയ്ക്കുന്നത് കേട്ട് മറ്റു പട്ടികൾ കുരയ്ക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചേർന്നൊന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ. കള്ളനെ കണ്ട പട്ടി കുരയ്ക്കുന്നതും ആ പട്ടിയുടെ കുര കേട്ട് മറ്റു പട്ടികൾ കുരയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? കള്ളനെ കണ്ട പട്ടി, യജമാനൻ ആ കള്ളനെ പിടിക്കുന്ന നേരം വരെയും അവനിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ അവൻ ഛർദ്ദിക്കും. ഏത് പട്ടി? അതിനിടയിൽ പട്ടിയുടെ ശബ്ദം പോകും. ഉള്ള ശബ്ദം വെച്ച് അവൻ ആഞ്ഞു കുരയ്ക്കും. എന്നാൽ ആ കുര ഇമിറ്റേറ്റ് ചെയ്ത് കുരയ്ക്കുന്ന മറ്റു പട്ടികളോ കുറച്ച് കഴിയുമ്പോൾ അവർ മടുക്കും. ഒരു താളത്തിന് എല്ലാവരോടും ഒപ്പം കുരയ്ക്കാൻ ഏത് പട്ടിക്കും പറ്റും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് ചേർന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ. താളത്തിന് കുരയ്ക്കുന്ന പട്ടികൾ നിലയ്ക്കും, പക്ഷെ ഇവനിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. കാരണം ഇവൻ കള്ളനെ കണ്ട പട്ടിയാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കള്ളനെ കണ്ട പട്ടികളുടെ സമൂഹമാണ് നമ്മുടേത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കള്ളനെ കണ്ടതാണ്. ആരാണ് അന്ധകാരത്തിൻ്റെ പ്രവാചകൻ അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ ജാരസന്തതി എന്ന് കണ്ടതാണ് നമ്മൾ. എങ്കിൽ അവനെ ക്രിസ്തു കീഴടക്കും വരെയും, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ അവൻ്റെ നാമം ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടും വരെയും കാത്തിരുന്ന് കള്ളനെ കണ്ട പട്ടിയായി കുരച്ച് മുന്നേറുന്നവരുടെ സമൂഹത്തിൻ്റെ പേരാണ് നമ്മുടെ സമൂഹം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
റൊമാനിയയിലെ ഈ പെൺകുട്ടി കള്ളനെ കണ്ട പട്ടിയാണ്. കാരണം മാതാപിതാക്കൾ അവർക്ക് യേശുവിനെ കൊടുത്തിട്ടുണ്ട്. ചലഞ്ചിങ് ആയ ഒരു ടൈമിലാണ് യേശുവിനെ കൊടുക്കുന്നത്. യേശുവെന്ന് കേട്ടാൽ കമ്മ്യൂണിസ്റ്റ് ചാര നേതാക്കന്മാർക്ക്, പ്രത്യേകം ചാര പോലീസ് വന്നവരെ പിടിച്ചുകൊണ്ടു പോകും. ഈ പെൺകുട്ടി എന്തു ചെയ്യും? ഈ പെൺകുട്ടി ചുറ്റുപാടുള്ള ആളുകൾക്ക് യേശുവിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ഓരോ ദിവസവും അവളോട് കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോകും, പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോകും. പക്ഷെ ഇവളെ മാത്രം പിടിക്കണില്ല. ഇവൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണല്ലോ എന്ന് കരുതിക്കൊണ്ട് അവളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ചാര പോലീസ് ഇങ്ങനെ ചിന്തിച്ചു, അവളുടെ മേൽ വലിയ വേദന ഇൻഫ്ലിക്റ്റ് ചെയ്ത് വലിയ വേദന വയ്ക്കുന്ന ഒരു ദിവസമായിരിക്കണം അവളെ പിടിച്ചുകൊണ്ട് പോകേണ്ടത്. അവരിങ്ങനെ ആലോചന നടത്തി. അവൾക്ക് ഏറ്റവും വേദന കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസം ഏതാണ് എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. അവർ നോക്കിയപ്പോഴാണ് അവളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പോയി അവളെ പിടിക്കണ്ട. അവൾ കല്യാണ പന്തലിലേക്ക്, മണിയറയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവരെ പിടിക്കാമെന്ന് ചാര പോലീസ് തീരുമാനിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പെൺകുട്ടി അങ്ങനെ ഒരു ദിവസം, വിവാഹത്തിൻ്റെ ദിവസം, തൻ്റെ പ്രതിശ്രുത വരൻ വരുന്നു. അപ്പുറത്തെ വശത്തിലൂടെ ഇവൾ മണവറയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രവേശിക്കാൻ പോകുന്ന നേരത്ത് ചാര പോലീസ് വന്നു. അവൾ അറസ്റ്റ് ചെയ്യാനായി. അവൾ കയ്യാമം വയ്ക്കുവാൻ അവളുടെ ഇരു കരങ്ങളും അവർക്ക് നേരെ നീട്ടി. എന്നിട്ട് തിരിഞ്ഞ് ആ വരനായി വന്നിരിക്കുന്ന ചെറുപ്പക്കാരനോട് അവൾ ഇങ്ങനെ പറഞ്ഞു, സഹോദര, ശിഷ്ടകാല ജീവിതം വിവാഹം ചെയ്ത് സുഖകരമായി നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ജീവിക്കുകയും സുവിശേഷം കൊടുക്കുക, സമാധാനപരമായി കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്തായിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അതായിരിക്കില്ല. ഞാൻ പോവുകയാണ്. കാരണം യേശുവിന് വേണ്ടി, യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആ പോലീസുകാരുടെ കൂട്ടത്തിൽ പോവുകയാണ് ഇവൾ. എന്നിട്ട് അവൾ തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, എനിക്ക് വേണ്ടി താങ്കൾ കാത്തു നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സാധിക്കുമെങ്കിൽ പോയി മറ്റൊരു പെൺകുട്ടി വിവാഹം ചെയ്യുക. കാരണം ഇനി ഞാൻ എന്ന് തിരിച്ചു വരുമെന്ന് അറിയില്ല. ഇനി അല്ല, എനിക്ക് വേണ്ടി കാത്തു നിൽക്കാനാണ് യേശു നിന്നെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നീ കാത്തു നിൽക്കുക. അവൾ പോയി. അവളുടെ വിശുദ്ധി എല്ലാ കാലത്തേക്കുമായി തകർക്കപ്പെട്ടു. അവളുടെ സ്വകാര്യത എല്ലാ കാലത്തേക്കുമായി നശിപ്പിക്കപ്പെട്ടു. ശാരീരികമായും മാനസികമായും അവളെ പീഡിപ്പിച്ചു. 5 വർഷം കഴിഞ്ഞ് റൊമാനിയയിൽ നിന്ന് ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 40 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ മുഖഭാവമാണ് അവൾക്കുള്ളത്. 23-ാമത്തെ വയസ്സിലാണ് അവൾ ജയിലിൽ പിടിക്കപ്പെട്ടത്. എങ്കിലും ആ സമയത്ത് അവൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് വർഷങ്ങൾക്ക് മുമ്പേ വരനായി കടന്നു വന്ന ചെറുപ്പക്കാരൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ആശ്ലേഷിച്ചു. അവർ പരസ്പരം ചുംബിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ നിത്യവരനായ യേശുവിന് വേണ്ടി വൻ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നിന്നോടൊപ്പം ജീവിക്കാൻ കൂടി എൻ്റെ ദൈവം എന്നെ അനുവദിച്ചുവെന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് യേശുവിനോടുള്ള സ്നേഹം മൂത്തു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കൊരിന്ത്യൻസിനെ നോക്കിക്കൊണ്ട്, നമ്മുടെ ഈ ഭവനം തകർന്നു വീഴുമെങ്കിലും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു ഭവനം നമുക്കുണ്ട്. ആ ഭവനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകേണ്ടത് എന്ന് കൊറിന്തോസിലെ മുഴുവൻ ദൈവജനത്തെയും പൗലോസ് ബോധിപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശുവിന് വേണ്ടി സ്നേഹിച്ച് സഹിച്ചാൽ നമുക്ക് എല്ലാം മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. യേശുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിഷമ തോന്നില്ല. നമുക്ക് എന്തെങ്കിലും അംഗീകാരമോ സ്വീകാര്യതയോ കിട്ടാത്തതിനെ ഓർത്ത് വലിയ കൂസലൊന്നും നമുക്ക് ഉണ്ടാകുകയില്ല. കാരണം എന്താണ്? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യസിൻ്റെ 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കും. സ്നേഹം, സഹോദരങ്ങളെ, എല്ലാം അതിജീവിക്കുന്നു. സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം എല്ലാത്തിലും വിശ്വാസം അർപ്പിക്കുന്നു. അതുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹമായിരിക്കണം യേശുവിനുള്ള ശുശ്രൂഷയിൽ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. സ്നേഹമില്ലാതെ എനിക്ക് ബലി അർപ്പിക്കാം, സ്നേഹമില്ലാതെ വചന ശുശ്രൂഷകർക്ക് പ്രഭാഷണം നടത്താം, സ്നേഹമില്ലാതെ പള്ളിയിൽ ശുശ്രൂഷ നടത്താം, സ്നേഹമില്ലാതെ നമുക്ക് ടെലിവിഷൻ ചാനലിൽ പ്രസംഗിക്കാം, സ്നേഹമില്ലാതെ നമുക്ക് അംഗീകാരമുള്ള പൊസിഷനിൽ കയറിയിരിക്കാം. യേശുവിൻ്റെ സ്നേഹം നിർബന്ധിച്ചിട്ടാണോ നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് എപ്പോഴും ഓർക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹം നിർബന്ധിച്ചിട്ടാണെങ്കിൽ മാത്രമേ
അവന് വേണ്ടി അവസാനം വരെ ജീവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ സഹോദരങ്ങളെ. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലിസ്റ്റ് യേശുവിന് വേണ്ടി ജീവിച്ചവരെല്ലാം സന്തോഷത്തോടു കൂടി എങ്ങനെ മരിച്ചു എന്നതിൻ്റെ ലിസ്റ്റാണ്. യേശു തിരഞ്ഞെടുത്ത എല്ലാ സ്ലീഹന്മാരും യേശുവിനെ സ്നേഹിച്ച് വീരമരണം പ്രാപിച്ചവരാണ്. യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യഗണവും മരിച്ചത് ഏറെ വിപരീതമായ അനുഭവത്തിലൂടെയാണ്. ഉദാഹരണത്തിന് വിശുദ്ധ മത്തായി സ്ലീഹ എത്യോപ്യയിൽ വെച്ച് വാളിന് ഇരയായിട്ട് മരിച്ചു. മർക്കോസ് സുവിശേഷകൻ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ വെച്ച് മരിച്ചു. മരണം കുതിരയുടെ പിന്നിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. കെട്ടിയിട്ട് വലിച്ചിഴച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ലൂക്കാ സുവിശേഷകൻ ഗ്രീസിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ വലിച്ചിഴച്ച് തൂക്കിലേറ്റി. യോഹന്നാൻ സുവിശേഷകനെ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ക്രൈസ്തവ പീഡനകാലത്ത് അദ്ദേഹത്തെ അവർ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു. മാലാഖ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി. ആ സ്ഥലത്ത് എന്ന് അദ്ദേഹത്തിന് വെളിപാടുണ്ടായി. ആ വെളിപാട് യോഹന്നാന്റെ വെളിപാടെന്നുള്ള അവസാന പുസ്തകമായി രൂപപ്പെട്ടു. അവിടെ വെച്ച് അദ്ദേഹം മെത്രാനായി ശാന്തനായി മരിച്ചു. ശാന്തനായി മരിച്ച ഏക ആള്, പക്ഷെ ശാന്തത എന്ന് പറയുന്നത് അതിനു മുമ്പ് തിളക്കുന്ന എണ്ണയിലിട്ടിട്ടുണ്ട്. മരിച്ച ഏക ആത്മാവ് എന്ന് പറയുന്നത് യോഹന്നാൻ സ്ലീഹ മാത്രമാണ്. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. പത്രോസ് സ്ലീഹ തല കീഴായി കുരിശിൽ തറക്കപ്പെട്ടു, ഗുരുവിനെ പോലെ നേരെയായി മരിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട്. യാക്കോബ് സ്ലീഹ ജെറുസലേം സഭയുടെ അധിപനായിരുന്ന ഇദ്ദേഹത്തെ ദേവാലയത്തിന് തെക്ക് കിഴക്കേ ഗോപുരത്തിൽ നിന്നും 100 അടി താഴേക്ക് എറിഞ്ഞ് അദ്ദേഹത്തെ കൊന്നുകളയാൻ ശ്രമിച്ചു. എറിഞ്ഞിട്ടും അദ്ദേഹം മരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഗദ കൊണ്ട് അടിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. സബദിയുടെ പുത്രനായ യാക്കോബ് ജെറുസലേമിൽ വെച്ച് അദ്ദേഹത്തെ ശിരച്ഛേദനം ചെയ്തു കൊന്നു. ശിരച്ഛേദനം ചെയ്യുന്ന സമയത്ത്, കഴുത്തറക്കുന്ന സമയത്ത് കണ്ടുനിന്ന ആരാചാരർ പോലും വിഷമിച്ചു പോയി. കാരണം ഇദ്ദേഹത്തിൻ്റെ യാക്കോബിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന വലിയ പ്രഭ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു. ആ മനുഷ്യൻ ആ സമയം തന്നെ മാനസാന്തരപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബർത്തലോമിയ, നഥാനിയേൽ എന്ന് യോഹന്നാൻ സുവിശേഷങ്ങളിൽ പറയുന്ന ആളാണ് ബർത്തലോമിയ. ഏഷ്യയിലെ തുർക്കിയിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ശത്രുക്കൾ തൊലിയുരിഞ്ഞ് ചാട്ട കൊണ്ട് അടിച്ച് കൊന്നുകളഞ്ഞു. വിശുദ്ധ അന്ത്രയോസ് ലീഹ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എക്സ് എന്ന അക്ഷരമാലയുടെ രൂപത്തിൽ കുരിശിൽ തറച്ച് അദ്ദേഹത്തെ കൊന്നു. കുരിശിൽ കെട്ടിയിട്ട് പടയാളികൾ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു. ക്രൂശിലേക്ക് പോകുന്ന നേരത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതാ എൻ്റെ സമയമെടുത്തു, യേശുവിലേക്ക് പോകാനുള്ള സമയമെടുത്തു, ഞാൻ വളരെ സന്തോഷവാനാണ്, എപ്പം മരിക്കുമെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതിയെന്ന്. തോമസ് അപ്പസ്തോലൻ, ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ, ഇന്ത്യയുടെ പ്രേഷിതൻ, മൈലാപ്പൂരിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് മരിച്ചു. യൂദാ തദദേവോസ് അമ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം കൊടുത്തിരുന്നുവെങ്കിലും അത് തള്ളിക്കളഞ്ഞ് അദ്ദേഹം അമ്പ് ചെയ്ത് കൊല ചെയ്യപ്പെടുവാൻ തന്നെ വിട്ടുകൊടുത്തു. മത്തിയാസ് കല്ലെറിഞ്ഞതിന് ശേഷം ശിരച്ഛേദനം ചെയ്തു കൊന്നു. പൗലോസ് ലീഹ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ശിരച്ഛേദനം ചെയ്ത് കൊല്ലപ്പെട്ടു. ഫിലിപ്പോസ് പ്രീജിയായിലെ പ്രസംഗത്തിനിടയിൽ യഹൂദർ തല കീഴായി അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു. സഹോദരങ്ങളെ, എന്തിനു വേണ്ടി അവർ ഈ സകല പീഡകളിലൂടെ കടന്നുപോയി? എന്തിനു വേണ്ടി ഇത്രമാത്രം കഷ്ടതകൾ, നഷ്ടങ്ങളും അവർ ഏറ്റെടുത്തു? ഇവരിൽ ഭൂരിഭാഗവും 99% ആളുകളും കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു, സാധാരണക്കാരായിരുന്നു, സാധാരണ മനുഷ്യരായിരുന്നു, സാധാരണ മുക്കുപുരായിരുന്നു, സാധാരണ ജോലിക്കാരായിരുന്നു. എന്തിനു വേണ്ടി അവർ ഇത് സഹിച്ചു? എന്തിനു വേണ്ടി അവർ തകർക്കപ്പെട്ടു? ഇത് കർത്താവിൻ്റെ സ്നേഹമല്ലാതെ മറ്റെന്താണ്? മനുഷ്യരോട് സ്നേഹം തോന്നിയാൽ ഇത്ര കണ്ട് ആർക്കെങ്കിലും തകർക്കപ്പെട്ടാൻ വിട്ടുകൊടുക്കാനായിട്ട് കഴിയുമോ? ഇത് യേശുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ ദിവസം നമ്മളെ വീണ്ടെടുക്കേണ്ടത്. ആ സ്നേഹമാണ് നമ്മൾ ആഞ്ഞു പുൽകേണ്ടത്. ആ സ്നേഹത്തിൻ്റെ ചുഴിയിലാണ് നമ്മൾ ഇന്ന് അകപ്പെടേണ്ടത്. ഒരു കരമുയർച്ചെന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ വീണ്ടെടുക്കണം. ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. എങ്കിലും ആ കേട്ടത് മാത്രം പോരാ. ഈശോയെ, അങ്ങയ്ക്ക് വേണ്ടി ചിലത് നഷ്ടമാക്കാൻ എനിക്കറിയാം. നമ്മളിൽ പലരും, ഈ കൂട്ടത്തിൽ പലരും യേശുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാക്കിയവരാണ്. എഡ്യൂക്കേഷൻ വേണ്ടെന്ന് വെച്ചവർ, കിട്ടാവുന്ന ജോലി വേണ്ടെന്ന് വെച്ചവർ, സാധ്യതകൾ വേണ്ടെന്ന് വെച്ചവർ. സഹോദരങ്ങളെ, വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല
നമുക്കിതിന് പ്രതിഫലമുണ്ട്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മളെ കൂട്ടിപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് പ്രതിഫലമുണ്ട്. ഒരു കായിക അഭ്യാസി ലോകത്തിലെ ചില കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ സ്വർഗത്തിലെ പിതാവിന് വേണ്ടി, ക്രൂശിക്കപ്പെട്ട യേശുവിന് വേണ്ടി, അവൻ്റെ തകർക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് മുഴുവൻ പ്രതിഫലമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മടിയിൽ വിശ്രമിക്കാൻ തക്ക വിധത്തിൽ യേശുവേ നഷ്ടപ്പെടുത്താൻ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. എൻ്റെ കാലിലേക്ക് വേദനയുണ്ടെന്ന് കരുതുക, നടുവിന് വേദനയുണ്ടെന്ന് കരുതുക, ക്യാൻസറിൻ്റെ രോഗങ്ങളുണ്ടെന്ന് കരുതുക. നമ്മൾ രോഗത്തെക്കുറിച്ച് ഏതാനും മണിക്കൂറുകളിലേക്ക് മറന്നു കളഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ രോഗത്തെക്കാൾ വലുത് തകർക്കപ്പെടുന്ന നിൻ്റെ ശരീരമാണ്, തകർക്കപ്പെടുന്ന സഭയാണ്. സഭയ്ക്ക് വേണ്ടി, തകർക്കപ്പെടുന്ന വിശ്വാസികൾക്ക് വേണ്ടി എൻ്റെ വേദനയെ ബലിയർപ്പിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമുക്കൊരു പക്ഷേ എല്ലാ രാജ്യങ്ങളിലും പോയി സുവിശേഷം കൊടുക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ വേദനകളെ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കണം. നമ്മുടെ തകർക്കപ്പെട്ട വിഷമതകളെ യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കണം. സ്വകാര്യമായ ദുഃഖങ്ങളെ കൗൺസിലിങ്ങുകളിൽ പറഞ്ഞ് പറഞ്ഞ് എല്ലായ്പ്പോഴും നമ്മൾ ആശ്വാസം സ്വീകരിക്കരുത്. അങ്ങനെ നമ്മൾ ആശ്വാസം സ്വീകരിച്ചാൽ യേശുവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കാൻ നമുക്കൊന്നും ഉണ്ടാകില്ല സഹോദരങ്ങളെ. എല്ലാത്തിനും നമുക്ക് ആശ്വാസം വേണ്ട എന്ന് യേശുവിനോട് ചങ്കൂറ്റത്തോടെ നെഞ്ചി കൈവച്ചുകൊണ്ട് പറയണം. ചിലർ പറയും അവർ ഒറ്റപ്പെട്ടു എന്ന്. അവർ പറയണം, ഈശോയെ, എൻ്റെ ഒറ്റപ്പെടൽ നിനക്ക് വേണ്ടി ഞാൻ തരുന്നുവെന്ന്. യേശുവിന് വേണ്ടി മറക്കാൻ പറ്റാത്ത ചിലത് നമുക്ക് കൊടുക്കണ്ടേ? നമ്മൾ സ്തുതികൾ അർപ്പിച്ചാൽ, ആരാധനകൾ അർപ്പിച്ചാൽ, മഹത്വപ്പെടുത്തിയാൽ അവിടുന്ന് നമ്മൾ എല്ലാ കാലത്തേക്കും ഓർക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അവൻ്റെ പുത്രൻ്റെ മുറിവുകൾ നമ്മളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സഭയ്ക്ക് വേണ്ടി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ച് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ സ്നേഹത്തിൽ പ്രേരിതമായി മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, മറക്കാനാകാത്ത ഓർമ്മയായി ഞാനും നിങ്ങളും യേശുവിൽ അവശേഷിക്കും.